നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡൻ്റായി ചുമതലയേറ്റതോടുകൂടി ഇപ്പോൾ ഹമാസിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമാകുന്ന മട്ടാണ്. പല കാര്യങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് പല പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നു. അവയിലൊന്നായിരുന്നു ഗാസ ഏറ്റെടുക്കും എന്നുള്ളത്. അതെങ്ങനെ എന്നുള്ള സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും ട്രംപ് വിശദമാക്കിയിട്ടില്ല. ഹമാസിനെ ഏതായാലും ഗാസയിൽ പ്രവർത്തിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ട്രംപ് പലവട്ടം നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ട്രംപ് ഹമാസിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു മുന്നറിയിപ്പ് തന്നെയാണ്. വരുന്ന ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മുഴുവൻ ബന്ദികളെയും ഹമാസ് മോചിപ്പിച്ചിരിക്കണം. ഈ 12 മണി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 12 മണി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് തനിക്കറിയാം എന്ന രീതിയിലാണ് ട്രംപ് സംസാരിക്കുന്നത്. താൻ തുടർന്ന് 12 മണിക്കുള്ളിൽ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിക്കുമെന്നും പിന്നീട് അങ്ങോട്ട് ഹമാസിൻ്റെ ഏർപ്പാട് തീർക്കും എന്നും തന്നെയാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് ചില കാരണങ്ങളുണ്ട്. കഴിഞ്ഞ മാസം 19 മുതലാണ് ബന്ദികളുടെ മോചനം ആരംഭിച്ചത്. ആദ്യം 2-3 പേരടങ്ങുന്ന സംഘങ്ങളെ മോചിപ്പിക്കുകയായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ പലപ്പോഴും സ്ത്രീകളെയാണ് മോചിപ്പിച്ചിരുന്നത് എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ പുരുഷന്മാരെയും മോചിപ്പിച്ചിരുന്നു. ഈ പുരുഷന്മാരുടെ ദൃശ്യങ്ങൾ കണ്ട ട്രംപ് ഞെട്ടിത്തെരിച്ചു പോയി. കാരണം ഈ മനുഷ്യരൊക്കെ നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരെ പോലെയാണ് തോന്നിച്ചത് എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഇവർക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭക്ഷണം കിട്ടിയതായി തോന്നുന്നില്ല എന്നും ഇവരിൽ പലർക്കും ഉള്ളതിനേക്കാൾ 25 വയസ്സിലധികം കൂടുതൽ തോന്നിക്കുന്നു എന്നൊക്കെ ട്രംപ് പറയുകയും ഇവരെ അതിക്രൂരമായി തന്നെയാണ് അല്ലെങ്കിൽ മൃഗീയമായിട്ടാണ് ഹമാസ് തീവ്രവാദികൾ ഇവരോട് കാട്ടിയത് എന്നുമൊക്കെ ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ തന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനൊക്കെ കൃത്യമായ രീതിയിലുള്ള തിരിച്ചടി നൽകണം എന്ന് ട്രംപ് നേരത്തെയും പലതവണ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നതുമാണ്. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ തന്നെയായിരിക്കാം ഏറ്റവും ഒടുവിൽ ട്രംപിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ട്രംപ് അതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രയും വേഗം അവിടെയുള്ള ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഇവരിൽ പലരും ഇനി ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല എന്നാണ്. കാരണം ഇവർ പട്ടിണി കിട്ടും അതിക്രൂരമായി പീഡിപ്പിച്ചുമെല്ലാം തന്നെ ബന്ദികളെ കൊല്ലാക്കൊല ചെയ്യുകയാണ് എന്ന് ട്രംപ് ഭംഗ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചിരുന്നു. ഇതിന് കനത്ത തിരിച്ചടി തന്നെ നൽകുകയാണ് വേണ്ടത് എന്ന അഭിപ്രായക്കാരൻ തന്നെയായിരുന്നു ആദ്യം മുതലേ ട്രംപ്. ഹമാസ് തീവ്രവാദികൾക്കും ഹിസ്ബുള്ളയ്ക്കുമെല്ലാം സഹായം നൽകുന്ന ഇറാനെയും ഒരു പാഠം പഠിപ്പിക്കുമെന്ന് നേരത്തെ പലതവണ ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ട്രംപ് പ്രസിഡൻ്റായ ചുമതല ഏറ്റതിന് ശേഷം ഇപ്പോൾ ഇറാനിൽ നിന്ന് ആയുധങ്ങൾ പഴയതുപോലെ തീവ്രവാദികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊരു പരമമായ സത്യമാണ്. ഇവർക്കെല്ലാം ട്രംപിനെ പേടി തന്നെയാണ്. കാരണം ബൈഡൻ്റെ ലൈനല്ല ട്രംപിൻ്റേതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഇസ്രായേലിലേക്ക് വൻതോതിൽ അതീവ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഒരു കാലഘട്ടത്തിൽ കൊടുത്തയക്കുന്നത് പോലും തടഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ബൈഡൻ്റെ കാലത്തായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് എത്തിയപ്പോൾ അത് മാറ്റുകയും എല്ലാവിധ ആയുധ സന്നാഹങ്ങളും ഇസ്രായേലിന് കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികൾ ആരോപിച്ചത് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുവെന്നും അതിൻ്റെ ഫലമായി ഈ ശനിയാഴ്ച നടക്കുന്ന ബന്ദികളുടെ മോചനം നടക്കാൻ സാധ്യതയില്ലെന്നും അല്ലെങ്കിൽ നീണ്ടുപോകും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. ഇത് കണക്കിലെടുത്തുകൂടി തന്നെയായിരിക്കാം ഹമാസിനോട് കർശന നിലപാട് സ്വീകരിക്കാൻ ഇപ്പോൾ ട്രംപ് നിർബന്ധിതനായിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു ആക്രമണം അവിടെ നടത്തേണ്ടി വന്നാൽ ചിലപ്പോൾ ബാക്കി അവശേഷിക്കുന്ന ബന്ദികൾ കൂടി കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വശം എങ്കിൽ പോലും ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ച് അമേരിക്ക നേരിട്ട് ഗാസ യുദ്ധത്തിന് വരികയാണെങ്കിൽ, അവരുടെ യുദ്ധവിമാനങ്ങളും മറ്റ് സംവിധാനങ്ങളുമായി വരികയാണെങ്കിൽ കീഴടങ്ങാതെ മറ്റ് വേറെ വഴികൾ അവർക്ക് മുന്നിലില്ല എന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത് ട്രംപ് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ നിർബന്ധമായും ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് തന്നെ ഇസ്രായേലുകാരായ ബന്ദികളെ മോചിപ്പിച്ചിരിക്കണം എന്ന്. ഈ ബന്ദികളിൽ 2 വയസ്സും 4 വയസ്സും പ്രായമുള്ള 2 കുട്ടികൾ കൂടി ഉണ്ട്. അവരെക്കുറിച്ച് ഇപ്പോഴും ഹമാസ് ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടികളെ തങ്ങൾ വധിച്ചതായി ഈ ഹമാസ് തീവ്രവാദികൾ അറിയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പുറത്ത് വിടാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഇവരുടെ പേരും ചിത്രങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയും ഇവരെ വിട്ടയച്ചിട്ടില്ല. സ്ത്രീകളെ വിട്ടയച്ചു, പുരുഷന്മാരെ വിട്ടയച്ചു. പക്ഷേ ഈ കുട്ടികളെ എന്തുകൊണ്ട് വിട്ടയക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴും ഒരു ദുരൂഹത അവശേഷിക്കുന്നു. ഒരുപക്ഷെ ഹമാസ് തീവ്രവാദികൾ ഇവരെയൊക്കെ തന്നെ വധിച്ചിരിക്കാം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മോചിക്കപ്പെട്ട പുരുഷന്മാരിൽ പലരും പുറത്തിറങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും, അതായത് ഭാര്യയും മക്കളും അച്ഛനും അമ്മയൊക്കെ തന്നെ 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്ന്. ഇത് പലരെയും അങ്ങേയറ്റം വേദനയിലാഴ്ത്തിയ ഒരു സംഭവം കൂടിയാണ്. ഏതായാലും ഡൊണാൾഡ് ട്രംപ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഗാസ പിടിച്ചെടുത്ത് അതിനെ ഒരു പരിഷ്കൃത നഗരമാക്കും എന്ന് പറയുന്ന ട്രംപ് തന്നെ ഹമാസ് ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ അവരെ അദ്ദേഹം പലപ്പോഴും പറയാറുള്ള പോലെ നരകം കാണിക്കും എന്നുള്ള ലൈനിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്.
അതുകൊണ്ട് ഹമാസിന് മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ മാന്യമായി ബന്ദികളെ വിട്ടയച്ച് ഉടമ്പടി പാലിക്കുക, അതല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിൽ നിന്നും ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും ഒരേ സമയം അടി വാങ്ങാനുള്ള തലയിലെഴുത്ത് സ്വയം വാങ്ങി വയ്ക്കുക എന്നുള്ളത്.